അമേരിക്കൻ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സെലൻസ്കി ഒറ്റയ്ക്കല്ല എന്നുകൂടി ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ പറയുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. മധു കൊട്ടാരക്കര അമേരിക്കയിൽ തിരിച്ചു വന്നു. അലാസ്കയിൽ നിന്ന് ന്യൂജേഴ്സിയിൽ എത്തിയിട്ടുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. അലാസ്ക യാത്രയൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ഡോളർ ചിലവായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം കൂട്ടിവെക്കുന്ന ഡോളർ ഭാവിയിൽ വിനാശകാരിയായാലോ? പറയൂ. ഗുഡ് മോർണിംഗ്. എസ് കെൻ പറഞ്ഞതുപോലെ നന്നായിട്ട് ഡോളർ ചെലവായിട്ടുണ്ട്. അല്പം കനിവുണ്ടാകണം. പക്ഷേ അത് ജീവിതത്തിലെ വലിയൊരു നിക്ഷേപമായിരുന്നു. കാര്യം ലോകത്തെ ഏറ്റവും വലിയ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, ലോകത്തെ ഏറ്റവും വലിയ മാധ്യമങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരോടൊപ്പം കുറച്ച് മണിക്കൂറുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു ജീവിതത്തിലെ ഒരു നമ്മുടെ പോർട്ട്ഫോളിയോയിലെ മീഡിയ കരിയറിലെ ഒരു നിക്ഷേപം തന്നെയാണ്. എസ് കെനെ ഇപ്പോൾ അലാസ്കയിലെ ആങ്ക്രേജിൽ നടന്ന ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ ചെറിയ തോതിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ മുന്നോട്ട് വെച്ചത് സമാധാന കരാർ ആണ് ആദ്യം വേണ്ടിയത്, അല്ലാതെ വെടിനിർത്തലല്ല. ഡൊണാൾഡ് ട്രംപ് അതിനോട് അലൈൻ ചെയ്താണ് റഷ്യയുടെ ഈ തീരുമാനത്തോട് തിരിച്ച് വാഷിംഗ്ടണിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സെലൻസ്കിയെ നിർബന്ധിക്കുകയാണ്. ഇന്ന് CBSന്റെ ഫേസ് ദ നേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇദ്ദേഹത്തിന്റെ ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചെറിയ തോതിൽ ഈ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അമേരിക്ക ഇത്തരം ഒരു ശ്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങുമോ എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. യുക്രൈനിൽ സമാധാനം സാധ്യമാകുന്നില്ലെങ്കിൽ അത് യുദ്ധമായി തുടരുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നത് തുടരും എന്നൊരു മുന്നറിയിപ്പാണ് മാർക്കോ റൂബിയോ നൽകുന്നത്. പക്ഷെ അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെലൻസ്കി വാഷിംഗ്ടണിലേക്ക് ഉള്ള യാത്രയിലാണ്. അദ്ദേഹം ഇന്ന് വൈകുന്നേരമായിരിക്കും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്നത്. അതേസമയം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ബിഗ് പ്രോഗ്രസ് ഓൺ റഷ്യ എന്ന് വന്നത് തമ്മിലുള്ള കൺഫ്യൂഷൻ എല്ലാ ആൾക്കാരുടെ ഇടയിലും പടർന്നിരിക്കുകയാണ്. എന്നാൽ റഷ്യ പറയുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്ത് ഡോൺബാസ് എന്ന് പറയുന്ന മേഖല അവർക്ക് വേണം. ഇപ്പോൾ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലാണത്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കിയെ ഒറ്റയ്ക്ക് വിടുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല. ഒരു വലിയ ഒരു പടയാണ്. ഒരുപക്ഷെ വാഷിംഗ്ടൺ DC ഇത്തരം ഒരു ചർച്ചയ്ക്കായിട്ട് കാണുന്ന ഇത്രയധികം നേതാക്കൾ വരുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. ജർമ്മനിയുടെ മേഴ്സ് വരുന്നുണ്ട്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വരുന്നുണ്ട്, UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ, ഇറ്റലിയുടെ ജോർജിയ മെലോണിയ, തുടർന്ന് മറ്റുള്ള നേതാക്കളും എല്ലാം സെലൻസ്കിയോട് ഒപ്പം എത്തുന്നുണ്ട് ട്രംപുമായിട്ട് സംസാരിക്കുവാൻ. യൂറോപ്യൻ നേതാക്കൾ പറയുന്നത് ആദ്യം ഒരു വെടിനിർത്തൽ വേണം, അത് കഴിഞ്ഞ് മതി സമാധാന ചർച്ചകൾ. അതേസമയം ഈ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചിരുന്നു ഈ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനായിട്ട്. ഇത് റഷ്യ അംഗീകരിച്ചു എന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ്. പക്ഷെ നേറ്റോയിൽ യുക്രൈൻ ചേരാൻ പാടില്ല. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ആർട്ടിക്കിൾ 5 പോലുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി യുക്രൈന് നൽകാൻ കഴിയും. നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്ന ഈ ഉടമ്പടി അതിലെ 32 രാജ്യങ്ങളിൽ ഒന്നിനെതിരെ ഏതൊരു ആക്രമണം ഏതെങ്കിലും ഒരു രാജ്യം നടത്തിയാൽ അത് അവർക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് യുക്രൈൻ മണ്ണിൽ ഇറങ്ങുവാൻ സാധിക്കും. ഇത് റഷ്യ സമ്മതിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. പക്ഷേ റഷ്യ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും വളരെ വലുതാണ്. എസ് കെ താങ്ക് യു മധു കൊട്ടാരക്കര. മധു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാറ്റോ സഖ്യ രാജ്യങ്ങൾ, അത് അവരുടെ 32 അംഗ സംഘടനയാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ നാറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ട് ഏതെങ്കിലും ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ അത് 32 രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായും നാറ്റോയ്ക്കെതിരായിട്ടുള്ള നീക്കമായും പരിഗണിച്ച് നാറ്റോ ഒന്നിച്ച് നേരിടുമെന്നുള്ളതാണ് അവിടെ ആർട്ടിക്കിളിൽ പറയുന്നത്. അതുപോലെ തന്നെ റഷ്യ അത്തരമൊരു സംരക്ഷണം യുക്രൈന് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ റഷ്യയുടെ ഈ വാഗ്ദാനത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുന്നത് യുക്രൈൻ റഷ്യയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ യൂറോപ്പിലേക്ക് അവർക്ക് കയറാൻ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ.